കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പ്രായം പിന്നോട്ടു പോയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? നഷ്ടപ്പെട്ടുപോയ പഴയ ഊർജ്ജവും യുവത്വവും തിരികെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ കാലത്ത് നാം എല്ലാവരും വലിയൊരു ഓട്ടപ്പാച്ചിലിലാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനും സ്വന്തമായി നല്ലൊരു വീട് വയ്ക്കാനും ജീവിതം സുരക്ഷിതമാക്കാനും നാം രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നു. എന്നാൽ ഇതിനെല്ലാം ഇടയിൽ നാം ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നത് സ്വന്തം ശരീരത്തെയാണ്. ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചാലും ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കിയാലും അത് ആസ്വദിക്കാൻ ആരോഗ്യമുള്ള ഒരു ശരീരവും മനസ്സുമില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രയോജനം? നമ്മൾ പലപ്പോഴും പുറമേയുള്ള സൗന്ദര്യത്തിന് പിന്നാലെ പായുമ്പോൾ ഉള്ളിലെ ആരോഗ്യത്തെ പാടെ മറന്നുപോകുന്നു. വില കൂടിയ ക്രീമുകളും ലോഷനുകളും വാങ്ങി മുഖത്തു പുരട്ടുമ്പോൾ നാം ചിന്തിക്കുന്നത് വാർദ്ധക്യത്തെ തടയാനാകുമെന്നാണ്. എന്നാൽ യഥാർത്ഥ യുവത്വമെന്നത് കടകളിൽ നിന്ന് വില കൊടുത്തു വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല. ബുദ്ധമത ഗ്രന്ഥങ്ങളിലും പുരാതന ആയുർവേദത്തിലും പറയുന്നതുപോലെ നമ്മുടെ ശരീരവും മനസ്സും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. നാം കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ദിനചര്യകൾ എന്നിവയാണ് നമ്മളെ എക്കാലവും ചെറുപ്പമാക്കി നിർത്തുന്നത്. യഥാർത്ഥത്തിൽ പ്രായമെന്നത് കേവലം ഒരു സംഖ്യ മാത്രമാണ്. ശരിയായ അറിവും ചിട്ടയായ ശീലങ്ങളുമുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും എക്കാലവും ചെറുപ്പമാക്കി നിലനിർത്താൻ സാധിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ലാതെ പ്രകൃതിദത്തമായ രീതിയിൽ എക്കാലവും ചെറുപ്പമായിരിക്കാനും ആരോഗ്യത്തോടെ ജീവിക്കാനുമുള്ള 5 സുപ്രധാന മാർഗങ്ങളെക്കുറിച്ചാണ്. ഈ 5 കാര്യങ്ങളെ നമുക്ക് ജീൻസ് എന്ന ഒറ്റ വാക്കിൽ ചുരുക്കി വിളിക്കാം. നിങ്ങളുടെ യഥാർത്ഥ ജീനുകളെ മാറ്റിയെഴുതാൻ കഴിവുള്ള 5 അത്ഭുത രഹസ്യങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഈ വിലപ്പെട്ട അറിവുകളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഈ ജീൻസ് എന്നതിലെ ആദ്യത്തെ അക്ഷരമായ ജി സൂചിപ്പിക്കുന്നത് ഗട്ട് അഥവാ നമ്മുടെ ദഹനവ്യവസ്ഥയെയാണ്. എല്ലാ രോഗങ്ങളുടെയും തുടക്കം വയറിൽ നിന്നാണെന്ന് പഴമക്കാർ പറയാറുണ്ട്. അത് 100% സത്യമാണ്. നമ്മുടെ ആരോഗ്യമെന്നത് നാം എത്ര വില കൂടിയ ഭക്ഷണം കഴിക്കുന്നു എന്നതിലല്ല, മറിച്ച് അതെങ്ങനെ ദഹിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. എപ്പോഴും വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. സമയമായതുകൊണ്ട് മാത്രം കഴിക്കുന്ന ശീലം എന്നേക്കുമായി ഒഴിവാക്കുക. അതുപോലെ തന്നെ വയറ് നിറയെ കഴിക്കരുത്. വയറിന്റെ കാൽഭാഗം അല്ലെങ്കിൽ പകുതി മാത്രം നിറയുന്ന രീതിയിൽ എപ്പോഴും മിതമായി ഭക്ഷണം കഴിക്കുക. നമ്മുടെ ദഹനവ്യവസ്ഥയ്ക്ക് വിശ്രമം നൽകുമ്പോൾ മാത്രമാണ് ശരീരത്തിന് കേടുപാടുകൾ തീർക്കാനും കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും സമയം ലഭിക്കുന്നത്. കുടലിന്റെ ആരോഗ്യത്തിനായി എപ്പോഴും 3F എന്നൊരു നിയമം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ F എന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അഥവാ പഴങ്ങളും പച്ചക്കറികളുമാണ്. ദിവസവും 3 മുതൽ 5 കപ്പ് വരെ തികച്ചും ഫ്രഷായ പഴങ്ങളും പച്ചക്കറികളും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പ്രകൃതിയിൽ നിന്നും നേരിട്ട് ലഭിക്കുന്ന ജീവനുള്ള ഭക്ഷണമാണ് ഇവ. ഇവയിലെ ആന്റി ഓക്സിഡന്റുകൾ നമ്മുടെ കോശങ്ങൾക്ക് പ്രായമാകുന്നത് തടയുന്നു. രണ്ടാമത്തെ F എന്നത് ഫൈബർ അഥവാ നാരുകൾ അടങ്ങിയ ഭക്ഷണമാണ്. ചീര, മുരിങ്ങയില തുടങ്ങിയ ഇലക്കറികൾ നമ്മുടെ ഡയറ്റിൽ നിർബന്ധമായും ഉൾപ്പെടുത്തുക. മുരിങ്ങയിലയിലൊക്കെ അടങ്ങിയിട്ടുള്ള സിങ്ക്, സെലിനിയം തുടങ്ങിയ മൂലകങ്ങൾ നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റാനും തിളക്കം വർദ്ധിപ്പിക്കാനും സഹായിക്കും. മൂന്നാമത്തെ F എന്നത് ഫെർമെന്റഡ് ഫുഡ്സ് അഥവാ പുളിപ്പിച്ച ഭക്ഷണങ്ങളാണ്. നമ്മുടെ വയറ്റിൽ കോടിക്കണക്കിന് നല്ല ബാക്ടീരിയകളുണ്ട്. നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ വലിയൊരു പങ്കും നിർണ്ണയിക്കുന്നത് ഈ ബാക്ടീരിയകളാണ്. അവയുടെ ആരോഗ്യം നിലനിർത്തേണ്ടത് ദഹനത്തിന് വളരെ അത്യാവശ്യമാണ്. അതിനായി തൈര് പോലെയുള്ള പുളിപ്പിച്ച ഭക്ഷണങ്ങൾ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇത് ദഹനം എളുപ്പമാക്കുകയും ശരീരത്തെ എപ്പോഴും ചെറുപ്പമാക്കി നിർത്തുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ അക്ഷരമായ ഇ. ഇത് സൂചിപ്പിക്കുന്നത് എക്സസൈസ് അഥവാ വ്യായാമത്തെയാണ്. പ്രായം തോന്നാതിരിക്കാനും ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്ന ഭയാനകമായ ജീവിതശൈലീ രോഗങ്ങൾ ഒഴിവാക്കാനും വ്യായാമം എന്നത് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. കമ്പ്യൂട്ടറുകൾക്കും മൊബൈൽ ഫോണുകൾക്കും മുന്നിൽ മണിക്കൂറുകളോളം അനങ്ങാതെയിരിക്കുന്ന ഇന്നത്തെ ജീവിതശൈലിയാണ് വാർദ്ധക്യത്തെ ഏറ്റവും വേഗത്തിൽ വിളിച്ചുവരുത്തുന്നത്. ഭാവിയിൽ ആശുപത്രികളിൽ വലിയ തുകകൾ ചിലവാക്കാതിരിക്കാൻ ഇന്ന് തന്നെ വ്യായാമം തുടങ്ങുക. ആഴ്ചയിൽ കുറഞ്ഞത് 150 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യണം. അതായത് ദിവസവും വെറും 30 മിനിറ്റ് വീതം ആഴ്ചയിൽ 5 ദിവസം. ഇതിനായി നിങ്ങൾക്കിഷ്ടമുള്ള എന്ത് കാര്യവും ചെയ്യാം. സൈക്ലിംഗ്, നീന്തൽ അല്ലെങ്കിൽ ദിവസവുമുള്ള വേഗത്തിലുള്ള നടത്തം അഥവാ ജോഗിംഗ് എന്നിവ ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മസിലുകൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഇത് തടയാനും പ്രമേഹം പോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും ആഴ്ചയിൽ 2 ദിവസം വെയ്റ്റ് ട്രെയിനിംഗ് അഥവാ ഭാരം ഉപയോഗിച്ചുള്ള വ്യായാമങ്ങൾ കൂടി ചെയ്യുന്നത് വളരെ നല്ലതാണ്. വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിക്കുകയും എല്ലാ കോശങ്ങളിലേക്കും ആവശ്യത്തിന് ഓക്സിജൻ എത്തുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ചർമ്മത്തിന് തിളക്കവും യുവത്വവും നൽകുന്നത്. വ്യായാമം ശരീരത്തിന് മാത്രമല്ല മനസ്സിനും വലിയ ഉന്മേഷം നൽകുന്നു. അടുത്തത് മൂന്നാമത്തെ അക്ഷരമായ എൻ. ഇത് സൂചിപ്പിക്കുന്നത് നോ എന്ന് പറയാൻ പഠിക്കുക എന്നതാണ്. ജീവിതത്തിൽ നല്ല ശീലങ്ങൾ ഉണ്ടാക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് ചില മോശം ശീലങ്ങളോട് നോ അഥവാ ഇല്ല എന്ന് പറയാൻ പഠിക്കുന്നത്. നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ചില ഭക്ഷണങ്ങളോടും സാഹചര്യങ്ങളോടും ഉറപ്പായിട്ടും നിങ്ങൾ നോ പറഞ്ഞിരിക്കണം. ഇതിനായി പാസ് എന്നൊരു ഫോർമുല എപ്പോഴും മനസ്സിലോർക്കുക.
പാസ് എന്നതിലെ പി സൂചിപ്പിക്കുന്നത് പ്രോസസ്ഡ് ആൻഡ് പാക്കറ്റ് ഫുഡ്സ്, അതായത് പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. സോസേജ്, ദിവസങ്ങളോളം കേടുകൂടാതിരിക്കാൻ പാക്കറ്റിൽ അടച്ചുവരുന്ന ചിപ്സ് തുടങ്ങിയവയിൽ അമിതമായ അളവിൽ കെമിക്കലുകളും ഉപ്പും അടങ്ങിയിട്ടുണ്ട്. ഇവ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ വേഗത്തിൽ നശിപ്പിക്കുകയും പ്രായം തോന്നിക്കുകയും ചെയ്യും. എ സൂചിപ്പിക്കുന്നത് ആൽക്കഹോൾ അഥവാ മദ്യത്തെയാണ്. വളരെ ചെറിയ അളവിലുള്ള മദ്യം പോലും ശരീരത്തിന് വലിയ അപകടമാണ് ഉണ്ടാക്കുന്നത്. ഇത് ചർമ്മത്തിലെ ജലാംശം ഇല്ലാതാക്കുകയും വേഗത്തിൽ വാർദ്ധക്യം തോന്നിപ്പിക്കുകയും ചെയ്യും. ആദ്യത്തെ എസ് എന്നത് ഷുഗർ അഥവാ പഞ്ചസാരയാണ്. പഞ്ചസാര ശരിക്കും ശരീരത്തെ കാർന്നു തിന്നുന്ന ഒന്നാണ്. ചായ, കാപ്പി, ബേക്കറി സാധനങ്ങൾ എന്നിവയിലൂടെ നാം കഴിക്കുന്ന പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കുക. പഞ്ചസാര ഒഴിവാക്കിയാൽ തന്നെ സന്ധിവേദന, വയറ്റിലെ അമിതമായ കൊഴുപ്പ്, വാർദ്ധക്യം എന്നിവ വലിയൊരു പരിധിവരെ കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും. രണ്ടാമത്തെ എസ് എന്നത് സ്മോക്കിംഗ് അഥവാ പുകവലിയാണ്. പുകവലി വാർദ്ധക്യം വേഗത്തിലാക്കുകയും നിങ്ങളുടെ ശ്വാസകോശത്തെ നശിപ്പിച്ച് അകാല മരണത്തിന് കാരണമാവുകയും ചെയ്യും. അതിനാൽ ഈ പാസ് ഫോർമുലയിലെ കാര്യങ്ങളോട് എപ്പോഴും ശക്തമായി തന്നെ നോ പറയുക. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ചിന്തകളും തീരുമാനങ്ങളും താഴെ കമന്റ് ചെയ്യുക. നാലാമത്തെ അക്ഷരമായ ഇ സൂചിപ്പിക്കുന്നത് ഇമോഷണൽ സപ്പോർട്ട് അഥവാ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നതാണ്. നമ്മൾ എത്ര നല്ല ഭക്ഷണം കഴിച്ചിട്ടും വ്യായാമം ചെയ്തിട്ടും കാര്യമില്ല, നമ്മുടെ മനസ്സ് ശാന്തമല്ലെങ്കിൽ. വർക്ക് ഫ്രം ഹോം പോലുള്ള രീതികളിൽ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കും കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ നോക്കുന്നവർക്കും നിരന്തരമായ സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദമുണ്ടാകാറുണ്ട്. ഇത് നമ്മുടെ ആരോഗ്യത്തെ വളരെ സാരമായി തന്നെ ബാധിക്കും. സ്ട്രെസ് കൂടുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് നമ്മുടെ കോശങ്ങളെ വേഗത്തിൽ നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്കായി മാത്രം കുറച്ച് സമയം മാറ്റിവെക്കുക. പാട്ട് കേൾക്കുകയോ പുസ്തകം വായിക്കുകയോ എഴുതുകയോ പോലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യങ്ങൾക്കായി ദിവസവും ഒരു 30 മിനിറ്റ് മാറ്റിവെക്കുക. അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഏറ്റവും മികച്ച മാർഗം ധ്യാനമാണ്. ദിവസവും 30 മിനിറ്റ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ബ്രീത്തിംഗ് എക്സസൈസ് അഥവാ ശ്വസന വ്യായാമങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിന് വലിയ ശാന്തത നൽകും. ഉള്ളിലെ സമാധാനം നിങ്ങളുടെ മുഖത്തും ശരീരത്തിലും പ്രതിഫലിക്കും. ഇതിനൊപ്പം തന്നെ കുടുംബാംഗങ്ങൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കുമൊപ്പം യാതൊരുവിധ ടെൻഷനുമില്ലാതെ സന്തോഷത്തോടെ സമയം ചെലവഴിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കുന്നത് യുവത്വം നിലനിർത്താനുള്ള വലിയൊരു മരുന്നാണ്. അവസാനത്തെ അക്ഷരമായ എസ് സൂചിപ്പിക്കുന്നത് സ്ലീപ്പ് അഥവാ ഉറക്കത്തെയാണ്. ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന ഒരു കാര്യമാണ് ഉറക്കം. രാത്രി വൈകുവോളം മൊബൈൽ ഫോണിലും മറ്റും ചിലവഴിക്കുമ്പോൾ നാം നശിപ്പിക്കുന്നത് സ്വന്തം ജീവനാണ്. ഉറക്കമില്ലായ്മ പലവിധത്തിലുള്ള മാരകമായ അസുഖങ്ങൾക്കും അതുപോലെ അകാല മരണത്തിനും കാരണമാകും. പകൽ മുഴുവൻ അധ്വാനിക്കുന്ന നമ്മുടെ ശരീരത്തിന് സ്വയം കേടുപാടുകൾ തീർക്കാനും ഊർജ്ജം വീണ്ടെടുക്കാനുമുള്ള ഏക സമയമാണ് ഉറക്കം. ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ യാതൊരു തടസ്സങ്ങളുമില്ലാത്ത തുടർച്ചയായ ഉറക്കം നിർബന്ധമാണ്. രാത്രി 10 മണി മുതൽ രാവിലെ 5 മണി വരെ ഉറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായ ഒരു താളമുണ്ട്. ഇതിനെ ഡയൂണൽ റിഥം എന്ന് വിളിക്കുന്നു. പ്രകൃതിയുടെ ഈ താളത്തിനൊപ്പമാണ് നാം സഞ്ചരിക്കേണ്ടത്. ഇരുട്ട് വീഴുമ്പോൾ ഉറങ്ങാനും വെളിച്ചം വരുമ്പോൾ ഉണരാനുമാണ് മനുഷ്യശരീരം രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ സമയക്രമം പാലിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും അത്ഭുതകരമായ മാറ്റങ്ങൾ നൽകും. ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതചര്യയാക്കുക. എക്കാലവും ചെറുപ്പമായിരിക്കുക.